you might have used Claude Code, Gemini, Codex, open source LLMs. I don't think so anyone is writing code matters unless you are very stubborn about ഞാനിത് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരല്ലാതെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം നമ്മളെല്ലാവരും കോഡ് ചെയ്യുന്നത് ഇപ്പോൾ LLMs വെച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ മേജർലി ആദ്യമേ എന്തെങ്കിലും ട്വീറ്റ് കണ്ട് ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് KP ആണ്. ഹി ഷെയർഡ് another repository called as Spec Kit. കോഡിംഗ് ഏജൻറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു വർക്ക് ഫ്ലോ അതിന് ഭയങ്കരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം GitHub. ഇറ്റ്സ് എ വെരി ബെയർ ബോൺ ഇംഗ്ലീഷ് that you can tell what you want. ഒരു പ്രെഡിക്റ്റബിൾ വേയിൽ ഒരു പ്രോംപ്റ്റ് എപ്പോഴും എഴുതാൻ പറ്റത്തില്ല. അത് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം കൂടാണ് സ്പെക്. അപ്പം ഫസ്റ്റ് അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ഓൾറെഡി ഉണ്ട്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിന്റെ ആൻസറിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരുടെ മാറും. ഓക്കെ, ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ അപ്പം എനിക്ക് ഇനിയും കേസസ് കൂടി, ദർ ആർ പോസിബിലിറ്റീസ് ഓഫ് കേസസ്. സോ ലൈക്ക് ദാറ്റ് യു കീപ്പ് ഓൺ ഡിസ്കസിങ് ടുവേർഡ്സ് ആൻ എൻഡ് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന മിക്കവാറുമുള്ള കോഡേഴ്സ് ഐ തിങ്ക് യു മൈറ്റ് ഹാവ് യൂസ്ഡ് ക്ലൗഡ് കോഡ്, ജെമിനൈ, കോഡെക്സ്, ഓപ്പൺ സോഴ്സ് LLMs. അങ്ങനെ പല LLMs വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ മിക്കവരും നമ്മൾ കോഡ് ചെയ്യുന്നതും നമ്മുടെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ എനിവൺ ഈസ് റൈറ്റിംഗ് code matters unless you are very stubborn about ഞാനിത് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരല്ലാതെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം നമ്മളെല്ലാവരും കോഡ് ചെയ്യുന്നത് ഇപ്പോൾ LLMs വെച്ചുകൊണ്ടാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് വൺ പോയിൻറ്റിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇറ്റ് ഈസ് സംടൈംസ് ഇറ്റ്സ് വെരി വെർബോസ്. അത് നമ്മൾ പറയുന്ന രീതിയിൽ അത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ചിലത് നമ്മളെ ഫൂൾ ചെയ്യാൻ വേണ്ടി ചിലത് ബൈപ്പാസ് ചെയ്യും. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഈ ഒരു നമ്മൾ കോഡിങ് ഏജൻസ് വെച്ച് കോഡ് ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു നമ്മൾ 3 പേർക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതെങ്ങനെ വാട്ട് ആർ ദ ബെസ്റ്റ് പ്രാക്ടീസസ് ഓർ ദാറ്റ് വി ഫൗണ്ട് ഓർ മേ ബി ലൈക്ക് വി റിസർച്ച്ഡ് ആൻഡ് വി ഗോട്ട് ഇറ്റ് ഫ്രം അതർ റിസോഴ്സ് മെറ്റീരിയൽ, അതെല്ലാം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു Math++ പോഡ്കാസ്റ്റ്. ടുഡേ വി ഹാവ് അരുൺ ആൻഡ് അരവിന്ദ്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മേജർലി ആദ്യമേ എന്തെങ്കിലും ട്വീറ്റ് കണ്ട് ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് KP ആണ്. അപ്പോൾ നമുക്ക് അവനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ നീ ആദ്യമേ ആക്ച്വലി കോഡ് ചെയ്യുന്നു, അല്ലെ ഇപ്പോഴത്തെ നിൻ്റെ കോഡിങ് ഫ്ലോ ഫ്രം പ്രീവിയസ്ലി ഡെഫിനറ്റ്ലി നീ നോർമലി നമ്മൾ കോഡിങ് പഠിച്ചതുകൊണ്ട് നമ്മൾ എഡിറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ടു ദിസ് കോഡിങ് ഏജൻസ് തുടങ്ങിയത് GitHub Copilot. ഐ തിങ്ക് സോ GitHub Copilot അത് ഇൻക്ലൂഡ് ചെയ്തു. അതിന് മുന്നേ ഉണ്ടായിരുന്നു. ഇല്ല, Copilot ഇല്ല. എനിക്ക് ആദ്യമേ നമ്മൾ ChatGPT കോപ്പി പേസ്റ്റ് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പരിപാടി. പിന്നെ എനിക്കൊന്ന് Copilot ഓട്ടോ കംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നു ആദ്യം ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കും, ഇറ്റ്സ് അടിപൊളി. പിന്നെ നമ്മൾ ഒന്ന് കഴ്സർ അങ്ങോട്ട് ടാബ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരും. നമ്മൾ കഴ്സർ വെക്കുമ്പോൾ തന്നെ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലോട്ടായി. ഐ തിങ്ക് സോ. എയ്ഡർ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. എയ്ഡർ, ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? അതും ഇതുപോലെ തന്നെ കോഡിങ് ഒരു അസിസ്റ്റന്റ് പോലത്തെ ഒരു സാധനം. ഓക്കെ. പിന്നെയാണ് ഈ കഴ്സർ, ക്ലൗഡ് കോഡൊക്കെ വന്നത്. എനിക്ക് തോന്നുന്നു കഴ്സർ പിന്നെ അങ്ങോട്ട് ആ കോപ്പൈലറ്റ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ അതിൻ്റെ കൂടെ കഴ്സർ വന്നു. ബട്ട് ആൻഡ് ഇറ്റ് ജസ്റ്റ് ബ്ലൂ അപ്പ് ബിക്കോസ് എവ്രി വൺ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. ഒരു കാലത്ത് ലൈക്ക് ബേസിക്കലി കഴ്സർ ഇല്ലാതെ കോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലോട്ടായി ഐ തിങ്ക്. അത് കഴിഞ്ഞിട്ട് പക്ഷേ കഴ്സർ വെച്ച് കോഡ് ചെയ്തതും കോഡെക്സ് നിങ്ങൾ ഐ തിങ്ക് കോപ്പി പേസ്റ്റിൽ നമ്മൾ പിന്നെയും ഇച്ചിരൂടെ കോഷ്യസ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വർക്ക് ഫ്ലോ ആണല്ലോ. നമ്മൾ നേരത്തെ സ്റ്റാക്ക് ഓവർ ഫ്ലോയിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ഡ്യൂ ഡിലിജൻസ് ആണോ അന്നേരം ചെയ്തോണ്ടിരുന്നത് ഏകദേശം അതൊക്കെ തന്നെ നമ്മൾ ചെയ്യുമായിരുന്നു. ഈ കോപ്പി പേസ്റ്റിന്റെ സമയത്ത് നമ്മൾ കോഡ് ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ട് പാസ് ചെയ്യണം. പിന്നെ നമുക്ക് അറിയണം ഈ കോഡ് കോപ്പി ചെയ്തിട്ട് എവിടെയാ കൊണ്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഫെമിലിയർ വർക്ക് ഫ്ലോ. ഐ തിങ്ക് ആ ബ്രെയിൻ വാസ് വർക്കിംഗ്. നമ്മളപ്പോൾ അതിനകത്തൊന്നും വിട്ടു മാറിയിട്ടില്ല പിന്നെയും. പിന്നെ ഐ തിങ്ക് only disconnect was with Stack Overflow and Google search. ഗൂഗിളുമായിട്ട് പോയിട്ടില്ല, പിന്നെ സ്റ്റാക്ക് ഓവർഫ്ലോയിലും ആ സമയത്ത് പോയില്ല. പിന്നാണ് ഈ കഴ്സർ വന്നത്. ഐ തിങ്ക് ഐ വാസ് ലേറ്റ് ടു കഴ്സർ. ലൈക്ക് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. പിന്നെ ആൻഡ് എനിക്കൊന്ന് ആദ്യമേ എന്തോ നീ ആദ്യമേ യൂസ് ചെയ്തപ്പോൾ എന്താണെന്ന് എനിക്ക് തോന്നി. വാട്ട് വാസ് യുവർ ഫീഡ്ബാക്ക് അബൌട്ട് ഇറ്റ്?
ഞാൻ ആക്ച്വലി ആദ്യം യൂസ് ചെയ്ത് കഴ്സർ അല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗിറ്റബ് കോപ്പൈലറ്റ് തന്നെ ഫസ്റ്റ് യൂസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ടും കഴ്സർ പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ലൈക്ക് കഴ്സറിൻ്റെ ഓട്ടോ കംപ്ലീറ്റ് ആണ് കോപ്പൈലറ്റിനെക്കാളും ബെറ്റർ എന്നങ്ങ് ഒരു ട്വീറ്റ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും വന്നു. അന്നേരമാണ് ഞാൻ കഴ്സർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ക്ലോഡ് കോഡ് വന്നപ്പം ലൈക്ക് പിന്നെ തൊട്ട് ഞാൻ ക്ലോഡ് കോഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റിംഗ് ടു ചാറ്റ് GPT ആയിരുന്നു ആദ്യമേ. ബട്ട് ഇച്ചിരൂടെ കഴിഞ്ഞപ്പോൾ ചാറ്റ് GPTക്ക് അത്ര പിന്നെ കുറേ പ്രോംപ്റ്റ് ചെയ്താലാണ് ഈ സാധനം ഒന്ന് ശരിയാക്കി നമുക്ക് വേണ്ട രീതിയിലൊന്നും ആകുന്നത്. അത് കഴിഞ്ഞപ്പം ആൾക്കാർ പറഞ്ഞു ഗിറ്റബ് കോപ്പൈലറ്റ് എനിക്ക് അന്ന് തന്നെ ഒരു ബാഡ് അടിച്ചു എന്ന് വെച്ചാൽ ബിക്കോസ് ഐ ഡോണ്ട് നോ വൈ, ബിക്കോസ് അത് ചാറ്റ് GPTയെക്കാളും എനിക്കത്ര പൊട്ടയായിരുന്നു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ദെൻ ഐ റിലൈഡ് ബാക്ക് ഓൺ ചാറ്റ് GPT. ദെൻ ഐ ജസ്റ്റ് മൂവ് ടു ദ ക്ലോഡ് വെബ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ചാറ്റ് GPT, കാരണം ചാറ്റ് GPTയിൽ എൻ്റെ മേജർ പ്രോബ്ലം ഈ കോപ്പി പേസ്റ്റ് ആയതുകൊണ്ട് ക്ലോഡ് അന്ന് പ്രോജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പം പ്രോജക്റ്റ് വെച്ചപ്പോൾ നമുക്കൊരു ഫോൾഡറിനകത്ത് ബേസിക്കലി ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേരൊക്കെ വെച്ച് നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കോണ്ടെക്സ്റ്റ് എപ്പോഴും അവിടെ ഉണ്ട്. അത് റീയൂസ് ചെയ്യാൻ അതിനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അപ്പോൾ ആദ്യമേ ഞാൻ ക്ലോഡ് വെബ് യൂസ് ചെയ്തു. ക്ലോഡ് കോഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ലേറ്റ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് കഴ്സർ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലോഡ് കോഡിൽ നിന്ന് എടുത്താൽ പോലും ഈ കോപ്പി പേസ്റ്റ് സോൾവ് ആയില്ല. സോ വാട്ട് ദെൻ ദ നെക്സ്റ്റ് ക്ലോഡ് വെബിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും ആ കോപ്പി പേസ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കഴ്സർ സ്റ്റാർട്ട് ചെയ്തത്. കഴ്സർ സ്റ്റാർട്ട് ചെയ്തപ്പം ലിറ്ററലി പിന്നെ VS കോഡ് അങ്ങോട്ട് മറന്നു. പിന്നെ മൊത്തം കഴ്സറിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ കോഡ് സ്നിപ്പെറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത് കഴ്സറിലാണ്. ലൈക്ക് ഇഫ് ഐ ഹാവ് ടു ഓപ്പൺ എനിത്തിങ്, പക്ഷേ കഴ്സർ വെച്ച് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. കഴ്സർ യൂസ് ചെയ്താണ് എനിക്ക് തോന്നുന്നു യൂസ് ടു ആയി. പിന്നെ അങ്ങോട്ടൊരു ഷിഫ്റ്റ് ടു ക്ലോഡ് കോഡ് വാസ് വെരി ഹാർഡ്, ബിക്കോസ് ഈവൻ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ടെർമിനൽ ഒരു പുതിയ കാര്യം പഠിക്കണം, പിന്നെ എന്തോരം അവർ ഈ എന്തൊക്കെ കോഡ് അവർ എങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ, ലൈക്ക് ബിക്കോസ് കോഡ് എഡിറ്റർ ഗിവ്സ് യു ഓൾ ദ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആൻഡ് എവറിത്തിങ്. ടെർമിനൽ വ്യൂ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഞങ്ങളിൽ എനിക്ക് തോന്നുന്നു KP ആണ് ഇച്ചിരൂടെ ടെർമിനൽ ഓറിയൻറ്റഡ്, ഇച്ചിരൂടെ ടെർമിനലുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ബട്ട് വി നോർമലി പ്രിഫർ എഡിറ്റേഴ്സ്. സോ അതുകൊണ്ട് ആ ഒരു സ്വിച്ച് ഭയങ്കര പാടായിരുന്നു. ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കാണാൻ തന്നെ പാടായിരുന്നു. സോ ഇതായിരുന്നു എൻ്റെ ഒരു വർക്ക് ഫ്ലോ. ഞാനും സ്റ്റാർട്ട് ചെയ്ത് മറ്റേ ക്ലോഡിൻ്റെ വെബ് വ്യൂ വെച്ചാൽ എൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഞാൻ ആക്ച്വലി ചാറ്റ് GPT ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത്. അവന് അത്ര വിശ്വാസം അതല്ലേ വെരി ലേറ്റാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവനോട് ഇപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞാലും ഹി ഡൗട്ട്സ്. ഈ തോമസ് ലീവ പോലെ കണ്ടാലേ വിശ്വസിക്കും. ലിറ്ററലി ഞാൻ മറ്റേ ക്ലോഡ് സ്റ്റാർട്ട് ചെയ്തത് ബിക്കോസ് യു ഷോഡ് മീ ഹൗ ഇറ്റ് വർക്ക്സ്. ദെയർ വാസ് എ ചാലഞ്ച് വിത്ത് ലൈക്ക് ചാലഞ്ച് അല്ല, ലൈക്ക് ഐ ഹാഡ് ടു പ്രൂവ് ഹിം ലൈക്ക് അവൻ ഉണ്ടാക്കിയ ഒരു സാധനം നമുക്ക് ഈസിലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും വിത്തിൻ ലൈക്ക് നീ ഇപ്പോൾ X നമ്പർ ഓഫ് ഡേയ്സ് എടുത്താൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റ്. സോ ദെൻ ഓൺലി മനസ്സിലായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതൊന്നു ഞാൻ കേഴ്സറും VS കോഡ് വിത്ത് ക്ലൈനും വെരി ബാക്ക് ടു ബാക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ കേഴ്സർ ജനറേറ്റ് ചെയ്യുന്ന കോഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അക്സെപ്റ്റബിൾ ആണെന്ന് തോന്നിയില്ല. ക്ലൈൻ വാസ് മച്ച് ബെറ്റർ. അപ്പോൾ കേഴ്സർ ഞാൻ കുറച്ചാൾ യൂസ് ചെയ്തു, ബട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ടു VS കോഡ് വിത്ത് ക്ലൈൻ. ഐ തിങ്ക് ഐ ഡിപ്പെൻഡഡ് ഓൺ കേഴ്സർ ബിക്കോസ് ക്ലൈൻ എന്തുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് കഴ്സർ. അപ്പം 3 പേർക്ക് ആക്ച്വലി കേഴ്സറിനകത്ത് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തപ്പം മറ്റേ പ്ലാൻ മോഡും എക്സിക്യൂഷൻ മോഡും ഇല്ലായിരുന്നു. ഒരു മോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലൈനകത്ത് ആക്ച്വലി പ്ലാൻ മോഡും ഉണ്ട്, എക്സിക്യൂഷൻ മോഡും ഉണ്ട്. അപ്പം നമുക്ക് ലൈക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എക്സിക്യൂഷനോടെ പോയാൽ മതി. പക്ഷേ ആ സെയിം ഫ്ലെക്സിബിലിറ്റി കേഴ്സറിന് അന്നില്ലായിരുന്നു. എനിക്കൊരു ക്ലോഡ് കോഡിന് വന്നുണ്ടായിരുന്നു പ്ലാൻ മോഡും എക്സിക്യൂഷൻ മോഡും. പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ലൈക്ക് പാസ്റ്റ് 3-4 months അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 6 months ആയി ക്ലോഡ് കോഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്ലോഡ് കോഡ് ഇപ്പോൾ ക്ലോഡ് കോഡ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പം ആ ഒരു സ്റ്റേറ്റിലോട്ടായി. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 6 months that I've opened any editors. ബിക്കോസ് എല്ലാ എഡിറ്ററിൻ്റെ ആ ഫയൽ ഫോൾഡർ സ്ട്രക്ചർ തന്നെ നമ്മൾ ടെർമിനലിലോട്ട് മാറ്റി. അപ്പോൾ ഇറ്റ്സ് ഈസിലി വ്യൂവബിൾ. ബട്ട് ഐ തിങ്ക്
നീ ക്ലൗഡ് കോഡിൽ ഇപ്പോഴാണ് വെരി ലൈക്ക് മേ ബി 2-3 weeks. സോ ഹീസ് എ വെരി റിലേറ്റബിൾ എക്സാമ്പിൾ ടു ഓൾ ദോസ് അത് മാറാത്തിരിക്കുന്ന ആൾക്കാർ. ബട്ട് ഐഡിയലി വാട്ട് ഐ തിങ്ക് ഇസ് ലൈക്ക് നമ്മളിനി എല്ലാവരും ഈ ഒരു ഷിഫ്റ്റ് നമ്മൾ കൊണ്ടുവരണം എന്നാണ് ഒരു വർക്ക് ഫ്ലോ. ബട്ട് ഈ ഷിഫ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കർസർ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആസ് എൻ ലൈക്ക് ഫോർ CAs, റൈറ്റ്. ദർ ഇസ് വൺ പ്രോഡക്റ്റ് കോൾഡ് ലിന്റ് ഓഫീസ് ദാറ്റ് വി ആർ മേക്കിംഗ്. അതിനകത്തുനിന്ന് ആദ്യമേ ഞങ്ങളൊരു കോഡ് എഴുതി. അത് റെപ്ലിറ്റ് ആയിരുന്നല്ലോ അന്ന് ഏജന്റിക് കോഡിങ്. അപ്പം റെപ്ലിറ്റ് വെച്ച് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ കോഡ് നോക്കുന്നില്ലല്ലോ, ബിക്കോസ് എളുപ്പം നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. സോ ഇറ്റ് വാസ് ദെയർ. പക്ഷെ പിന്നെ അത് പൊട്ടാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഓർത്തു ഓക്കെ മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് റെപ്ലിറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കൺട്രോൾ അത്ര ഇല്ല. ലെറ്റ്സ് മൂവ് ടു കർസർ സോ ദാറ്റ് വി വിൽ ബി ഇൻ ലൂപ്പ് വിത്ത് ദ ഫയൽസ് ആൻഡ് ഫോൾഡർ. കർസർ വെച്ച് കർസർ അതിൻ്റേതായിട്ടുള്ള ഒരു പുതിയ ഫങ്ഷൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. സോ വാട്ട് ഐ മെന്റ് ഇസ് ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് നോ ഹൗ ടു റീയൂസ് ദ ഫങ്ഷൻ. ഇറ്റ് ജസ്റ്റ് വെന്റ് ആൻഡ് ക്രിയേറ്റഡ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ്, റിപ്പീറ്റഡ് ക്വയറീസ്. ഇതെല്ലാം ആഡ് ചെയ്ത് ഞങ്ങളുടെ കോഡ് ബേസ് ഒരു ദിവസം നമ്മൾ രണ്ടുപേരും റിവ്യൂ ചെയ്യാൻ നേരത്ത് അറും പറഞ്ഞല്ലേ എന്താ ഇവിടെ ഈ കോഡ് ഇവിടെ ഇരിപ്പുണ്ട്, ഈ കോഡ് ഇവിടെ ഇരിപ്പുണ്ട്, ഈ കോഡ് വേറെ സ്ഥലത്ത് ഇരിപ്പുണ്ട്. സോ വാട്ട് ഹാപ്പൻ വാസ് ലൈക്ക് LLMs പിന്നെയും കൊണ്ടുവരുമ്പോൾ അവരും കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇതിൻ്റെ റെഫറൻസ്, ഒരു ഫംഗ്ഷൻ്റെ റെഫറൻസ് 3 സ്ഥലത്തുണ്ട്. ഇതിപ്പോൾ ഏത് സ്ഥലത്ത് ഏതാ യൂസ് ചെയ്യേണ്ടത്, ഏതാണ് മാറ്റേണ്ടതെന്നുള്ള ഒരു പ്രോബ്ലം അവിടെ ഒക്കർ ചെയ്തു. അന്ന് നമുക്ക് മനസ്സിലായി കർസറും വെച്ച് പറ്റത്തില്ല. പിന്നെ കർസറും റെപ്ലിറ്റും കൂടെ കൂട്ടി ചേർന്നപ്പോൾ അവരൊരു ടോട്ടൽ മെസ്സ് ഉണ്ടാക്കി. ബട്ട് ഓൺ ദി ഔട്ട്സൈഡ് ഇറ്റ് വർക്ക്സ്. ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രോഡക്റ്റ് വൈസ് നമുക്ക് അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഒരു മെസ്സപ്പ് ഉണ്ട് ഇതിനകത്ത്, അല്ലെങ്കിൽ കോഡ് ഇത്ര മെസ്ഡപ്പ് ആണ്, പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ടോ, സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര നോൺ ടെക്നിക്കൽ ആണെന്ന്. ഇപ്പം എല്ലാവർക്കും കോഡ് ചെയ്യാമെന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും there's a caution to it. Like you don't know when your product stops working because ഒരു ബ്ലോട്ടഡ് കോഡ് ബേസിൽ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു അത് സ്റ്റോപ്പ് ചെയ്യും. ഇതൊന്നും ഇഷ്യൂ വരുന്നത് when it fails it will be harder to fix. വെരി വെരി ഹാർഡ്. എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഒരു ക്ലിയർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടി ടെനൻറ്റ് ആർക്കിടെക്ചർ ആയിരുന്നു യൂസ് ചെയ്തത്. ഇപ്പോൾ മൾട്ടിപ്പിൾ സ്കീമേഴ്സിലോട് സ്വിച്ച് ചെയ്യണം. ഇത് ഒരു സാധനം ഫിക്സ് ചെയ്യുമ്പം വേറൊരു സ്കീമയിൽ വേറൊരു സാധനം ബ്രേക്ക് ചെയ്യും. അത് ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധനം അവർ മറന്നു പോകും. സോ ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ടോക്കൺസും ബേൺ ചെയ്യുന്നുണ്ട്, ഫിക്സ് ആകുന്നുണ്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ആസ് ടൈം ഗോസ് നമ്മുടെ കോംപ്ലക്സിറ്റിയും ഇൻക്രീസ്, ടോട്ടൽ ഒരു ഏരിയയും ഇൻക്രീസ് ആവും. അപ്പം ഇൻക്രീസിംഗ്ലി നമ്മുടെ കോണ്ടെക്സ്റ്റിൻ്റെ ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും നമുക്ക് ഫുൾ കോണ്ടെക്സ്റ്റ്. അപ്പം എനിക്കൊന്നു അന്നേരം നമ്മൾ സോഫ്റ്റ്വെയർ ഫണ്ടമെന്റൽസ് ലൈക്ക് പ്രോപ്പർലി ഫോളോ ഇട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഹാർഡ് ടു ഐറ്ററേറ്റ് ആൻഡ് ബിൽഡ് ഓൺ ഇറ്റ്. എനിക്കൊന്ന് ആ സമയത്താണ് നമ്മൾ 3 പേരും കൂടെ നമ്മൾ ഡിസ്കഷനിൽ വന്നല്ലോ. ലൈക്ക് ഐ തിങ്ക് ആസ് AI ഇനിയും വരും തോറും വി ഹാവ് ടു കം ബാക്ക് ആൻഡ് ഫോളോ ദ ഫണ്ടമെന്റൽസ്. അറിയാതെ ഇതിനെ കൊണ്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്രയും 100% കോൺഫിഡൻസ് ഇല്ല. ഈവൻ ദോ ആന്ത്രോപ്പിക്കിൻ്റെ CEO പറയും computer engineers are not needed or something like that, but I personally feel it's right now we need to learn and fix all the fundamentals right. Yeah, maybe ഇപ്പം നമ്മൾ ആദ്യമേ നീ പറഞ്ഞ ഫസ്റ്റ് വേർഷൻ ഓഫ് ദ ആപ്പ് ചെയ്തപ്പം നമ്മൾ മേ ബി ഓപ്പസ് 4.5 അല്ലെങ്കിൽ ഓപ്പസ് 4.2 അല്ലെങ്കിൽ ഒരു ഓൾഡർ മോഡലായിരിക്കും. അത് ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ 4.7-നെക്കാട്ടിലും വേഴ്സ് ആയിരിക്കും. സോ 6 months down the lane മേ ബി ഏജൻസ് കുറച്ചുകൂടെ നല്ല കോഡ് പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. സോ അവിടെ വരുന്നൊരു ഓക്കെ ഇപ്പം നല്ല കോഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ സിസ്റ്റത്തിലെല്ലാം. ബട്ട് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസ് ആർ ഗുഡ് അറ്റ് ഗിവിങ് യു ദ ഫങ്ഷൻസ് ഓർ കോഡ്, but I don't think so agents are still there yet to follow some certain rules or practices. It will tell what maybe out of all the knowledge that it has, it will just tell that okay ee alternative use cheyarikkum, ee alternative try cheyam, പക്ഷേ ഇത് എങ്ങനെ പ്ലഗ് ഇൻ ചെയ്യണം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ, നമ്മുടെ കോഡ് ബേസ് അനുസരിച്ച് എന്താണ് പ്രിൻസിപ്പിൾസ്, അതെനിക്ക് തോന്നുന്നു അതൊരു മെസ്ഡ് സിറ്റുവേഷനാണ് ഏത് LLMs യൂസ് ചെയ്താൽ. ഇപ്പോഴത്തെ ഒരു പോപ്പുലർ ടേമാണ് ഹാർനസ് എഞ്ചിനീയറിംഗ്. നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വന്നു, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് വന്നു, ഇപ്പോഴത്തെ പുതിയ സാധനമാണ് ഹാർനസ് എഞ്ചിനീയറിംഗ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മോഡലിനെ ഒരു വൈൽഡ് ഹോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനൊരു ഹാർനസ് ഇടുക. അപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് പോകേണ്ട വഴി കൂടെ കൊണ്ടുപോകാൻ പറ്റും. ലൈക്ക്
അതാണ് ബേസിക്കലി ക്ലോഡ് കോഡും ഈ സാധനങ്ങളും എല്ലാം ചെയ്യുന്നത്. ഈ ക്ലോഡ് കോഡ് ബേസിക്കലി ഒരു ഹാർനസ്സാണ്. എന്ന് വെച്ചാൽ ഓപ്പസ് 4.7 കൊണ്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് കുറേ ഗാർഡ് റെയിൽസും കുറേ കാര്യങ്ങളും ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഹാർനസ്സാണ് ക്ലോഡ് കോഡ്. അപ്പം അതുപോലെ നമ്മുടെ ഡൊമൈനിന് സ്പെസിഫിക് ആയിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടും നമ്മൾ ഈ ഹാർനസ് എഞ്ചിനീയറിങ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും പറയുന്നത് ക്ലോഡ് കോഡ് ഉപയോഗിക്കുന്നത് ഒരു മിഡിൽ ഗ്രൗണ്ട് ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഒരു കോമൺ ഔട്ട് ഓഫ് ദി ബോക്സ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലോഡ് കോഡ് ഉപയോഗിക്കാം. ലൈക്ക് എന്ന് വെച്ചാൽ ഒരു മിഡിൽ ബഞ്ച് ഓഫ് ആൾക്കാരെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻക്രീസിംഗ്ലി ഒരു മേ ബി ഒരു ടോപ്പ് 1% 10% ആൾക്കാർ മേ ബി ഹാർനസ് എഞ്ചിനീയറിങ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. ബിക്കോസ് അവർക്ക് കൂടുതൽ കൺട്രോൾ വേണം. ലൈക്ക് അവരുടെ മോഡൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അവരുടെ കോണ്ടെക്സ്റ്റിൽ. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിപ്പം ഈ പൈ എന്നൊക്കെ പറഞ്ഞ കോഡിങ് ഏജൻസി കുറച്ചുകൂടെ പോപ്പുലർ ആകും. ബിക്കോസ് അതൊരു ബെയർ മിനിമം ഫൗണ്ടേഷനെ തരുന്നുള്ളൂ. ഭയങ്കര എക്സ്റ്റെൻസിബിളാണ്, ഭയങ്കര കസ്റ്റമൈസബിളാണ്. അപ്പം എനിക്ക് എൻ്റെ രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ രീതിയിൽ എൻ്റെ കോഡ് ബേസിന് വേണ്ടി സോ അതാണ് ഇപ്പം ഈ ഹാർനസ് എഞ്ചിനീയറിങ്ങിലുള്ള ഒരു ഹൈപ്പും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോബ്ലം അപ്പം നമ്മൾ എല്ലാവരും കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് എൻഡ്സ് അപ്പ് ടെല്ലിങ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കറക്റ്റ് അല്ലേ. പക്ഷേ നമുക്ക് കോഡിങ് ഏജൻസ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പം ഞങ്ങളപ്പം നമ്മളെന്തോ ഓർക്കുന്നതെന്ന് വെച്ചാൽ ലൈക്ക് യു നീഡ് ടു സെറ്റ്, ഇവൻ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും വേണ്ടത് എന്തോ കുറച്ച് ഗൈഡ് ലൈൻസ് ടു അവർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏത് വർക്ക് സ്പേസിലാണോ നമ്മുടെ കോഡ് ബേസ് ഇരിക്കുന്നത് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് ഡിഫൈൻ ചെയ്ത് വെക്കാൻ ഉള്ള ഒരു ഓർഡർ വേണം. ഐ തിങ്ക് അപ്പോൾ ഇത് നമ്മളെല്ലാവരും എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. അപ്പം ഐ തിങ്ക് ദ ഫസ്റ്റ് തിങ് പേഴ്സണലി ഞാൻ ഇതിനെ സോൾവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ഇവൻ ഒരു ദിവസം നമ്മൾ ഇവൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇവൻ ലൈക്ക് ഹീ ഷെയർഡ് അനദർ റെപ്പോസിറ്ററി കോൾഡ് ആസ് സ്പെക് കിറ്റ് അല്ലേ. ഇറ്റ്സ് എ വണ്ടർഫുൾ വേ ഓഫ് ഡൂയിങ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കോഡിങ് ഏജൻറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു വർക്ക് ഫ്ലോ അതിന് ഭയങ്കരമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം ഗിറ്റ്ഹബ്. സോ സ്പെക് കിറ്റ് എനിക്കറിയാം നീ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാനും അരവിന്ദ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചർ വരുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് വർക്ക് ഫ്ലോസ് ഉണ്ട്. ആസ് ഇൻ ലൈക്ക് ദർ ഇസ് എ സ്പെക് ദാറ്റ് യു വിൽ ഹാവ് ടു ഗിവ്. സ്പെക് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നിങ്ങൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കുക. സോ ഇഫ് യു ആർ ബിൽഡിങ് സംതിങ് ലൈക്ക് എ PDF സമ്മറൈസർ, അപ്പം നീ പറയാം ഞാനൊരു PDF സമ്മറൈസറാണോ ഉണ്ടാക്കുന്നത്, ലൈക്ക് യു വിൽ ഹാവ് ടു സമ്മറൈസ് ദ PDF ആൻഡ് ഷോ മീ. സോ ദാറ്റ് ഇസ് ഇറ്റ്സ് എ വെരി ബെയർ ബോൺ English that you can tell what you want. The second step ആ സ്പെക്ക് കഴിഞ്ഞിട്ട് ലൈക്ക് യു ഹാവ് എ പ്ലാൻ ഫോർ ഇറ്റ്. അത് ലൈക്ക് നിങ്ങൾ കോഡിങ്ങിൽ പ്ലാൻ ചെയ്യുന്ന പോലെ നമ്മളതിന് വേണ്ടി പ്ലാൻ ചെയ്യും. തേർഡ് സ്റ്റെപ്പ് ആ പ്ലാനിനെ എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ അപ്പം ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരു നോർമൽ പ്ലാൻ മോഡിൽ നിന്ന് എന്തോ ഡിഫറൻസ് സ്പെക്കറ്റിൽ? You have files and folders automatically created by the LLM in LLM fashion arranged. അപ്പം നീ ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നീ എക്സ്പ്ലിസിറ്റ്ലി പറയും എനിക്ക് ഇങ്ങനെ ഒരു ഡോക്ക് ഉണ്ടാക്കണം, ഇവിടെ പോയി സേവ് ചെയ്ത് വെക്കണം. ലൈക്ക് എനിക്കറിയത്തില്ല നിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന്. ഇപ്പം പിന്നെ റെഫറൻസ് ചെയ്യാൻ ഒരു ഡോക്ക് വേണമല്ലോ. സോ അങ്ങനെ അപ്പം നീ പറയത്തില്ല ലൈക്ക് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പ്ലാൻ വരേണ്ടത്, keep it as a doc. Okay. So ingane keep it as a doc you don't have to explicitly talk about it. You just tell that okay, I'm going to use this particular architecture, this is my tech stack, this is my so and so, these are the things that I will be using. അങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം this will automatically create the doc, the API contracts, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം അത് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്കഫോൾഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് എല്ലാം സെറ്റ് ചെയ്യും. വിച്ച് ദി LLMs or the agents when you are implementing a feature, it will traverse through that like an user story. നീ ജിറയിൽ ടിക്കറ്റ്സ് ഉണ്ടാക്കുന്ന പോലെ ഓരോ ടിക്കറ്റ്സ് ഈ LLMന് വേണ്ടി ഉണ്ടാക്കി വെക്കും. ലൈക്ക് യൂസർ സ്റ്റോറി 1 implement this, authentication വേണം. അപ്പോൾ ബേസിക്കലി ബെറ്റർ കോണ്ടെക്സ്റ്റ് കൊടുക്കുക LLM. ആൻഡ് ഒരു സ്ട്രക്ചർ കൊടുക്കും. എനിക്ക് ബെറ്റർ സ്ട്രക്ചറും ഒരു പ്രെഡിക്റ്റബിൾ സ്ട്രക്ചർ, റിപ്പീറ്റബിൾ സ്ട്രക്ചർ. അപ്പം നമുക്ക് പറയാം ലൈക്ക് ഞാൻ ഇതുപോലൊരു സ്പെക്ക് പിന്നെ അത് നമുക്കത് വേണമെങ്കിൽ നമ്മുടെ റെപ്പോസിറ്ററിയിൽ കമ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അറിയാം എന്ത് സ്പെക്കാണ് ദിസ് പെർട്ടിക്കുലർ ഫീച്ചർ ഫോളോ ചെയ്ത്. അപ്പം അതിനകത്ത് ആ സ്പെക്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് റീഐറ്ററേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു അതിനും ആ സ്പെക്കിറ്റ് CL ആസ് ഇൻ ലൈക്ക് സ്പെക്കിറ്റ് ആസ് എ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്
ഇറ്റ് ഹാസ് സം സ്ട്രക്ചർ വിച്ച് ഇറ്റ് ഗോസ്. ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ആർക്കിടെക്ചർ കാണും, ഡോക്ക് കാണും, ചേഞ്ച് ലോഗ് കാണും, അങ്ങനത്തെ കുറച്ച് ഫോൾഡേഴ്സും ഫയൽസും കാണും വിച്ച് it tells the agent every time to refer this when you're implementing a new feature. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ വിക്കി ആ ഒരു സെയിം അഡ്വാൻറ്റേജസ് ഇവിടെയും വരും. ലൈക്ക് ഒരു ഏജൻറ്റിന് ഇപ്പം ഒരു ലെറ്റ്സ് നമുക്ക് ABC എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്, നമ്മൾ എയും ബിയും ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തു, C ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പം C ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പം ആക്ച്വലി മോഡലിന് എയും ബിയും റെഫർ ചെയ്യാം, റൈറ്റ്? ഇത് നമ്മൾ ഒരു സ്പെക് കിറ്റോ അല്ലെങ്കിൽ അതുപോലെ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ ലോസ്റ്റ് ആണ്. ബിക്കോസ് നിന്റെ കോണ്ടെക്സ്റ്റ് കഴിഞ്ഞു വന്നു, നേരത്തെ ഇംപ്ലിമെന്റ് ചെയ്ത സാധനം ആകെ നിന്റെ ഉള്ളത് കോഡ്, റൈറ്റ്? സോ ഫുൾ കോഡ് അപ്പോൾ ഇതൊന്നും എനിക്ക് ഷെയറും ചെയ്യാം, ബാക്കിയുള്ള ആൾക്കാർക്കും അവിടെ പോയി അടുത്ത ഫീച്ചർ യൂസ് ചെയ്യുന്ന നേരത്തെ അവർക്ക് ഇവിടെ കോണ്ടെക്സ്റ്റ് ഉണ്ട്, മൊത്തം റെഡിയാണ്, അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് പോകാം. നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഓൾസോ വൺ മോർ തിങ് ദാറ്റ് ഹി വാസ് ടെല്ലിങ്, ഇനി എങ്ങാണ് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് മാറണമെങ്കിൽ പോലും സ്പെക് ഓൾറെഡി ഉണ്ട്, എവറിത്തിങ് ഇസ് ഡിഫൈൻഡ്, യു ജസ്റ്റ് നീഡ് ടു ചേഞ്ച് ദ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ്. മനസ്സിലായി? അത് ഒരു ഫോം ഓഫ് കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം നമുക്കിപ്പോഴും ഒരു പ്രെഡിക്റ്റബിൾ വേയിൽ ഒരു പ്രോംപ്റ്റ് എപ്പോഴും എഴുതാൻ പറ്റത്തില്ല. നമുക്കെപ്പോഴും ഒരു വലിയ ലൈൻ പാരഗ്രാഫ് പ്രോംപ്റ്റ് എപ്പോഴും എഴുതാൻ പറ്റത്തില്ല. നമ്മൾ അത് ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യപ്പെടത്തില്ല. സോ അത് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനം കൂടാണ് സ്പെക് കിറ്റ്. നമ്മൾ സ്പെസിഫൈ എന്നൊരു കമാൻഡ് ഉണ്ട്, ഒരു കസ്റ്റം കമാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പെസിഫൈയിൽ നമ്മുടെ യൂസ് കേസ് വളരെ ബ്രീഫായിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. അത് എക്സ്പാൻഡ് ചെയ്ത് ഒരു LLMന് എഫിഷ്യൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കുന്നതും ഈ സ്പെക് കിറ്റാണ്. അപ്പം അത്രയും ഒരു LLM ഫ്രണ്ട്ലി വേയിൽ അത് ഫോർമാറ്റ് ചെയ്യും. ലൈക്ക് ചില ഫോർമാറ്റ്സ് ഉണ്ട് LLM കറക്റ്റായിട്ട് കൂടുതലായിട്ട് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത്. ലൈക്ക് ഒരു എയിം, ഒരു എൻഡ് റിസൾട്ട്, ഹൗ ടു വെരിഫൈ, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു ഐഡിയനെ ഫോർമാറ്റ് ചെയ്യാനായിട്ടും പ്രോസസ്സ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വർക്ക് ഫ്ലോയിനെ അത് ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറേ പ്രോംപ്റ്റ് ചെയ്ത് നമ്മൾ കുറേ സമയം കളയാതെ ലൈക്ക് സ്പെക് കിറ്റ് ലൈക്ക് ഫീച്ചർ പറയുക, അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫോർമലൈസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. സോ ഐ തിങ്ക് ഫോർ മീ പേഴ്സണലി ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു വർക്ക് ഫ്ലോ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് ആസ് എൻ ലൈക്ക് ഫ്രം മൈ ടീം ആസ് വെൽ. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്. ലൈക്ക് യു ഡിഫൈൻ എ ഫീച്ചർ സ്പെക്, അത് പ്ലാൻ ചെയ്യുക, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് പിന്നെ നമ്മുടെ എൻജിനീയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് പിന്നെ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ടെസ്റ്റിംഗ് ഹൗ തിങ്സ് ആർ വർക്കിംഗ്. എന്നിട്ട് ബഗ്സ് ഉള്ളപ്പോഴും നമുക്ക് ആ ഒരു കമാൻഡ് വെച്ച് തന്നെ ആ ബഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം സോ ദാറ്റ് ഈസ് ദാറ്റ് വർക്ക് ഫ്ലോയിൽ ഞാൻ ഇങ്ങനെയാണ് ബേസിക്കലി. എനിക്കറിയാം നീ എങ്ങനെ വർക്ക് ഫ്ലോയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ലൈക്ക് ഹൗ ഡു യു സ്റ്റാർട്ട് എ ഫീച്ചർ? ഇസ് ദർ എനിത്തിങ് ഡിഫറൻസ്? ഇല്ല, സ്പെക് കിറ്റ് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് കുറച്ച് കമാൻഡ്സ് തരുന്നുണ്ട്. ലൈക്ക് സ്പെസിഫൈ, ഇംപ്ലിമെൻറ്റ്, പ്ലാൻ, ടാസ്ക്. അപ്പം ആ സെയിം വർക്ക് ഫ്ലോ ആദ്യമേ നമ്മൾ സ്പെസിഫൈ എന്താണ് നമ്മുടെ ഫീച്ചർ, അപ്പോൾ അത് യൂസർ സ്റ്റോറീസ് ഉണ്ടാക്കും. ദെൻ യു മേക്ക് എ പ്ലാൻ. സോ അത് നമ്മുടെ കോഡ് ബേസും ബാക്കി ആർട്ടിഫാക്ട്സും എല്ലാം റിസർച്ച് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കും. ദെൻ ടാസ്ക്, ആ പ്ലാനിൽ നിന്ന് ആക്ച്വൽ ടാസ്ക് ഉണ്ടാക്കുക, ദെൻ ഇംപ്ലിമെൻറ്റ്. സോ ഇത് കഴിഞ്ഞിട്ട് സോ നൗ ഐ തിങ്ക് ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ലൈക്ക് വി ഇൻട്രൊഡ്യൂസ് ദിസ് വൺ അഗൈൻ. ലൈക്ക് KP brought this into our group, like talking about the interviewing command prompt. That I found even more useful. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിസ്കഷനിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വി ഹാവ് ഡൺ ഇറ്റ് ഇൻ പ്രീവിയസ് ടൈംസ് ആസ് വെൽ. വി ആസ് എഞ്ചിനീയേഴ്സ് കം ടുഗെദർ, ഒരു ഫീച്ചർ എടുക്കുക, അതിനെക്കുറിച്ച് നമ്മൾ സിസ്റ്റം ഡിസൈൻ ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യും. ദാറ്റ് ദിസ് ഇസ് ഗുഡ്, ദാറ്റ് ഇസ് ഗുഡ്, this is not working out. So and different people will ask questions. Okay, interview is kind of a prompt which actually mimics this kind of thing, based on the understanding that it has from the spec and all of those. You just need to tell that interview my spec. അപ്പം അത് പോയി ആ സ്പെക്ക് മൊത്തം വായിച്ചിട്ട് അതിന് ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലോട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടോ അത് നമ്മളോട് ചോദിക്കും. ഓക്കെ, ഇതിങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ പറയും. സോ സംടൈംസ് ഇറ്റ് ഗോസ് അപ് ടു 40 questions, 50 questions, 60 questions. Now it's not just you interviewing the spec, you can even interview your planning, which is the technical implementation. അപ്പോൾ അവർ ചോദിക്കും ക്രോൺ ജോബ് വേണോ, ക്രോൺ ജോബ് വേണ്ടേ, ലൈക്ക് ഇന്ന ഡേറ്റാബേസ് ആണോ നല്ലത്. ഇപ്പം ഞാൻ ഇന്റർവ്യൂ അല്ല, നമ്മൾ സ്പെക് കിറ്റ് വെച്ച് പ്ലാൻ ക്രിയേറ്റ് ചെയ്തു, ഇന്റർവ്യൂ വെച്ച്
നമ്മൾ ആ പ്ലാനിനെ ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പം നമ്മൾ ചോദിക്കുന്ന അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ പറഞ്ഞിട്ട് ഈ സ്പെക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം റിഫൈൻ ആവുന്നില്ല പ്ലാൻ. അങ്ങനെ ലൈക്ക് ഈച്ച് അപ്പം ഫസ്റ്റ് അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിന്റെ ആൻസറിനെ ബേസ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരുടെ മാറും. ഓക്കെ, ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ അപ്പം എനിക്ക് ഇനിയും കേസസ് കൂടി, ദർ ആർ പോസിബിലിറ്റീസ് ഓഫ് കേസസ്. സോ ലൈക്ക് ദാറ്റ് യു കീപ്പ് ഓൺ ഡിസ്കസിങ് ടുവേർഡ്സ് ആൻ എൻഡ് ഒരു ഫൈനൈറ്റ് സ്റ്റേറ്റ് ഉണ്ട്. ബട്ട് ഇപ്പോൾ ആക്ച്വലി സ്പെക്കിറ്റ് ക്ലാരിഫൈ എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇത് സിമിലർ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ സ്പെസിഫൈ എന്ന് പറഞ്ഞ കമാൻഡിലാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു സ്പെക്ക് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചോദിക്കാം. അപ്പം അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കും, ലൈക്ക് എന്താണ് ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ എന്ന് ചോദിക്കും. സോ ഇതെവിടെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കും, ഓക്കെ ഇത് ഇംപ്ലിസിറ്റ് ആണ്, അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഗ്യാപ്സ് കാണും, മനസ്സിലായി. അപ്പം അത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഈ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇന്ത്യൻ ഈ ഒരു ലൈനോട് ആഡ് ചെയ്യും, ക്ലാരിഫൈ എനി ക്വസ്റ്റ്യൻസ് യു ഹാവ് ബിഫോർ ക്രിയേറ്റിംഗ് ദ പ്ലാൻ ഓർ ഇംപ്ലിമെന്റിംഗ്. ആ ഒരു ഐഡിയ ആയിരിക്കണം. സിമിലർ ടു ദാറ്റ്. അപ്പോൾ നീ ഇതിപ്പോൾ എപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി അത് ആ പ്രോംപ്റ്റിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം സോ ദിസ് ഇസ് അനദർ തിങ് ദാറ്റ് വി ക്യാൻ ഓൾ യൂസ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്പെക് കിറ്റ് ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ പ്ലാനിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് you can start interviewing your spec as well as plan so that you can refine it. അപ്പോൾ നിങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷനിലാണ് അത് ആക്ച്വലി ബെനിഫിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇച്ചിലൂടെ പ്രോപ്പർ ആയിരിക്കും, ഇച്ചിലൂടെ റിഫൈൻഡ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ദീസ് ആർ ദ 2 കമ്പൾസറി തിങ്സ് ദാറ്റ് വി റൈറ്റ് നൗ ഫോളോ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് ഫ്ലോയിൽ ഫോളോ ചെയ്യും. പക്ഷേ എന്നിട്ടും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ രീതിയിൽ എന്നിട്ടും പെർഫെക്റ്റ് ഒന്നും അല്ല. ബിക്കോസ് ദർ ആർ മെനി കേസസ്. എനിക്ക് തോന്നുന്നു what I've seen is like ഒരു വലിയ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു വെരി ബൾക്കി ഫീച്ചർ കൊടുക്കാതെ മേക്ക് ഇറ്റ് ഇൻ ടു നമ്മളൊരിക്കലും നമുക്ക് ആസ് എ ഡെവലപ്പർ എനിക്ക് തോന്നുന്നു പ്രൊഡക്റ്റ് മാനേജർ ഒറ്റയടിക്ക് ജി ഡ്രൈവ് പോയി ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറയത്തില്ല. ഈവൻ ഇങ്ങനെ പറഞ്ഞാൽ പോലും ഇപ്പോൾ ഇഫ് യു ആർ ടേക്കിംഗ് സം ഇൻറ്റിഗ്രേഷൻ, ഓക്കെ ഗൂഗിൾ ഡ്രൈവ് ഇൻറ്റിഗ്രേഷൻ, ഈവൻ ഇഫ് ദേ സേ ഐ തിങ്ക് ഇറ്റ്സ് എൻജിനീയേഴ്സ് ഹു ഡിവൈഡ് ദം ഇൻ ടു സ്റ്റോറീസ് ആൻഡ് ടെൽ ദാറ്റ് ലൈക്ക് ഞാൻ ഇത്രയും ഫേസ് 1 ചെയ്യും, ഇത് ഔട്ട് ഓഫ് സ്കോപ്പാണ്, അല്ലെങ്കിൽ ഇത് ആ സെയിം സാധനം എനിക്ക് തോന്നുന്നു വി ഹാവ് ടു ഡു ഇറ്റ് വിത്ത് LLMs ടു ഗെറ്റ് മച്ച് ബെറ്റർ. ബിക്കോസ് ഒറ്റയടിക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ബ്രേക്സ്. എനിക്കറിയാം നീ പക്ഷെ അന്ന് മറ്റേ ആ PDF-ൻ്റെ ആ ഹൈലൈറ്റിംഗ് തിങ് റൈറ്റ്, അത് ഞാൻ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആയിട്ട് ചെയ്തത്. മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഐ തോട്ട് ഇറ്റ്സ് വൺ ഷോട്ട്. അല്ല, ഓക്കെ. അപ്പം സോ ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് വി ഹാവ് ലൈക്ക് ബേസിക്കലി ഫൗണ്ട്. ലൈക്ക് നമ്മൾ ഒരു ഫീച്ചറിനെ നമുക്ക് ലോജിക്കലി എങ്ങനെ ചങ്ക് ചെയ്യാൻ പറ്റുമോ ചങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. സോ ദിസ് ഇസ് അനദർ റെക്കമെൻഡേഷൻ വെൻ യു ആർ കോഡിങ് വിത്ത് ഏജൻറ്റ്സ്. ദ ഫോർത്ത് തിങ് ഐ ഡോണ്ട് നോ, ലൈക്ക് നിങ്ങൾ പേഴ്സണലി ഡിപ്ലോയ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ഇങ്ങനെ കോഡിങ് ഏജൻറ്റ്സ് വെച്ച് ഡിപ്ലോയ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടോ? അതോ ആക്ച്വലി GitOps ആണെങ്കിൽ ആക്ച്വലി അത് ഞാൻ അഡ്വൈസ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആക്ച്വലി ഇപ്പോൾ കസ്റ്റം / കമാൻഡ്സ് ഉണ്ട് എൻ്റെ വർക്ക് ഫ്ലോയിൽ. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഗ്ലോബൽ എൻ്റെ സെറ്റ് ഓഫ് റെപ്പോസിറ്ററീസ് ഒരു കോമൺ വേയിലാണ് എല്ലാം ഡിപ്ലോയ് ചെയ്യുന്നത്. സോ എനിക്കൊരു ഗ്ലോബൽ കമാൻഡ് ഉണ്ട്, പബ്ലിഷ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഡിപ്ലോയ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ആ കമാൻഡ് ഇൻവോക്ക് ചെയ്യത്തുള്ളൂ, പബ്ലിഷ്. അപ്പം ഞാൻ ഈ ചോദിച്ചത് പബ്ലിഷ് does it use the help of an LLM? Yeah. Okay. ഇത് ഇൻസൈഡ് ക്ലോഡ് കോഡാണ്. ഇൻസൈഡ് ക്ലോഡ് കോഡിനകത്ത് ഒരു കസ്റ്റം / കമാൻഡാണ് പബ്ലിഷ്. അപ്പം അത് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് വർക്ക് ഫ്ലോ കമാൻഡ്സ് റൺ ചെയ്യും. ലൈക്ക് മേ ബി ആദ്യമേ ഒരു ഫീച്ചർ ബ്രാഞ്ച് ഉണ്ടാക്കും, റിലീസ് ബ്രാഞ്ച് ഉണ്ടാക്കും. അതിനകത്ത് ഒരു ഇപ്പം ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ പാക്കേജ് JSON വേർഷൻ ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ ഒരു ഗിറ്റ് ടാഗ് ഉണ്ടാക്കും, ഗിറ്റ് ടാഗ് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുമ്പം ഒരു ബിൽഡ് ട്രിഗർ ആവും. സോ ആ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത് വെയിറ്റ് ചെയ്തിട്ട് എന്താണോ പുതിയ ഇമേജ് വേർഷൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ഇമേജ് വേർഷൻ എടുക്കും. ദെൻ മേ ബി എനിക്കൊരു GitOps പൈപ്പ് ലൈൻ ഉണ്ടായിരിക്കും, അതിന് വേറെ റെപ്പോ ആയിരിക്കും. അപ്പം ഞാൻ അതിനകത്തോട്ട് ചെക്കൗട്ട് ചെയ്യും. ആൻഡ് അതിനകത്ത് എനിക്ക് ഏത് സർവീസാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അവിടെ ഞാൻ ഈ പുതിയ വേർഷൻ കൊടുക്കും, അപ്ഡേറ്റ് ചെയ്യും. ഞാൻ പറ്റേ ഇത് വെരി റിപ്പീറ്റഡ് സ്റ്റെപ്സ് അല്ലേ? ഇപ്പോൾ ഒരു CI/CD പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്താൽ ഇത്
സോൾവ് ചെയ്യില്ല അവിടെ ഒരു സോൾവ് ചെയ്യാം. പക്ഷേ ഇത് നമുക്കൊരു നാച്ചുറൽ ലാംഗ്വേജിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം എഴുതാൻ നമ്മളൊരു CI/CD പൈപ്പ് ലൈൻ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ കോഡ് ചെയ്യണം, നീ സ്ക്രിപ്റ്റ് എഴുതണം. സോ ബേസിക്കലി ഈ സാധനത്തിലാന്ന് പറഞ്ഞാൽ നീ ഇംഗ്ലീഷിൽ പറയാ ലൈക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഇസ് മൈ സെക്കൻഡ് സ്റ്റെപ്പ്, ദിസ് ഇസ് മൈ തേർഡ് സ്റ്റെപ്പ്. ഒരു 7 steps ഉണ്ട്. ഞാനാണെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, നീ ഇത് റിപ്പീറ്റബിൾ ആയിട്ട് നീ എല്ലാ ന്യൂ റെപ്പോസിൽ പോയി. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഒരു പ്രോജക്റ്റിൽ നിന്ന് വേറെ പ്രോജക്റ്റിൽ പോകുമ്പോഴും ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് ഇഫ് ഐ ഹാവ് എ സ്കിൽ ഓർ എ കമാൻഡ് ദാറ്റ് ഇസ് ദെയർ വിതിൻ ഇറ്റ്, then you can share that skill. മനസ്സിലായി? എന്നിട്ട് ടീം അപ്പം എല്ലാവർക്കും ഈ സെയിം പബ്ലിഷ് എന്ന് കൊടുത്താൽ മതി. അപ്പം അവർക്ക് എല്ലാവർക്കും ഈ വർക്ക് ഫ്ലോ ഫോളോ ചെയ്യാം. പിന്നെ ഡൗൺ ദ ലൈൻ നമ്മളിത് ഒരു CI/CD പൈപ്പ് ലൈൻ തന്നെ ആക്കുമായിരിക്കും. പക്ഷേ നമുക്കൊരു ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് വേൾഡ് കാണുമല്ലോ വേറെ നമുക്ക് ഷുവർ അല്ല ഇതിങ്ങനെ തന്നെ ആയിരിക്കുമോ, നമുക്കിത് സ്റ്റാൻഡർഡൈസ് ചെയ്യാറായിട്ടുണ്ടോ. ഇപ്പം ഇതെല്ലാം ബിൽഡിംഗ് ബ്ലോക്സാണ്. ഇപ്പം നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന അറ്റോമിക് സ്റ്റെപ്സ് ആക്ച്വലി ബിൽഡിംഗ് ബ്ലോക്സ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ടാഗ് പുഷ് ചെയ്യുമ്പോൾ ഒരു CI/CD പൈപ്പ് ലൈൻ റൺ ചെയ്യും. അത് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡൗൺ ദ ലൈൻ നമ്മൾ ഇതിനകത്തെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുമ്പം ഓരോ സാധനങ്ങൾ ഇങ്ങനെ CI/CD പൈപ്പ് ലൈൻസ് ആക്കി അതെ. എൻ്റെ രീതിയിൽ എനിക്ക് ഇപ്പം യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു കമാൻഡ് വെച്ച് ലൈക്ക് നോട്ട് /public, എൻ്റെ ഇതിനകത്ത് ഡിപ്ലോയ് പോലെ ഒരു കമാൻഡ് ഉണ്ട്. ആസ് ഇൻ ലൈക്ക് വെച്ച് എൻ്റെ സ്റ്റെപ്പിനകത്ത് മൈഗ്രേഷൻസ് പോയി അനലൈസ് ചെയ്യാം. റൺ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു അനാലിസിസ് എനിക്കൊരു ഡ്രൈ റൺ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്നോട് ഇതൊക്കെ വർക്കിംഗ് ആണോ. സോ ദെയർ ഓൾ ഇറ്റ് വിൽ, ആ ഡിപ്ലോയ് കമാൻഡ് എൻ്റെ ഇൻപുട്ടിന് അവിടെ നോട്ടിഫിക്കേഷൻ വരും ലൈക്ക് ബേസിക്കലി ഷുഡ് ഐ ടേക്ക് എ സ്റ്റെപ്പ്. ഓക്കെ, ഇഫ് ഐ ടേക്ക് എ സ്റ്റെപ്പ്, ഓക്കെ ദെൻ ഐ ക്യാൻ റിവ്യൂ, ഗോ അപ്ലൈ ദ മൈഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോയ് ചെയ്തിട്ട് പോസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യാം. സോ ലൈക്ക് ഇത് എപ്പോഴും എനിക്ക് എഴുതേണ്ടതുകൊണ്ട് ഐ ക്യാൻ. പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻറ്ററപ്ഷൻ ഹാപ്പൻ ചെയ്യുമ്പോഴും നമുക്കതിനകത്ത് ഉടനെ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് അത് ഫിക്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു CI/CD പൈപ്പ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യണം. കുറച്ചുകൂടെ മാനുവൽ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആവുന്നത് വരെ ലൈക്ക് നമുക്ക് പിന്നെ ഇറ്ററേറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇരിക്കാം. സോ എൻ്റെ രീതിയിൽ ഈ ഒരു വർക്ക് ഫ്ലോ ആണ് നമ്മളിപ്പം ഇത് ഒപ്റ്റിമൈസ്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസ്. കാരണം ഫ്രം കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഈ സ്കിൽസ് ലെവലിലോട്ട് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് ഫ്ലോ വരുമ്പോൾ തന്നെ there is so much difference that we see in the development phase. എന്ന് വെച്ചാൽ ഇച്ചിരി സ്ട്രക്ചേർഡ് ആയി ആൾക്കാരോട് ഇച്ചിരി പറയാൻ പറ്റും. ആൻഡ് there is another skill that I use when in discussion, റിവ്യൂവിൻ്റെ സമയത്ത് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട് which actually goes through the touch points of this and it generates like a diagram for me to explain and query ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വിത്ത് എൻജിനീയേഴ്സ്. അപ്പം അങ്ങനത്തെ കുറച്ച് ചെറിയ കമാൻഡ്സ് വിച്ച് ഹെൽപ്സ് us to facilitate this development process but at the same time using coding agents. അപ്പം പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലൂ ഇല്ലായിരുന്നു എന്താണ് ഈ മാനുവലി ചെയ്യണം. നൗ ദാറ്റ് ഈ സ്കിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോനെ ഇച്ചിരൂടെ ബെറ്റർ ആക്കാനുള്ള രീതിയിൽ ആയി. ആൻഡ് there's one more thing that we do is basically the review part. എനിക്കറിയത്തില്ല, റിവ്യൂവിൽ നിങ്ങൾ ഇപ്പം ഞാൻ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what I do, ക്ലോഡിനെ കൊണ്ട് എഴുതിപ്പിക്കും, ക്ലോഡിനെ കൊണ്ട് തന്നെ റിവ്യൂ ചെയ്യിപ്പിക്കും. certain times I felt like Claude is biased. Like I felt like Claude പറയും ഈ കോഡ് അടിപൊളിയാണ്. ഓക്കെ, പക്ഷേ ഞാനാണെങ്കിൽ വേറെ ട്വീറ്റ്സ് ഒക്കെ കണ്ട് വേറെ ആൾക്കാരുടെ വർക്ക് ഫ്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി I just implemented with Gemini. And I told Claude that, hey, I'm going to use Gemini to review your code. You know, the next moment it actually rewrites that entire code in the best way possible. Like, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ യൂസ് ചെയ്യുന്നത് ഐ എം യൂസിങ് either Codex or Gemini to review your code. So like I'm just going to connect it. അപ്പോൾ അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും like let me look into my code again. and it actually rewrites. ചില ഫങ്ഷൻസ് ഒക്കെ നല്ല വൃത്തിക്കായിട്ട് അവരപ്പം എഴുതും. And Gemini will say that this is good. So അങ്ങനത്തെ കേസസ് നമ്മൾ ഇറ്റ്സ് വിയർഡ് ബട്ട് അപ്പോൾ ഒരു ഇച്ചിരി ഇവർ ശരിക്കും ലൈവ്ലി ആണോ. So yeah, for code reviews this is the workflow that we use. Basically ഒരു എക്സ്റ്റേണൽ കോഡിങ് ഏജൻറ്റിനെ കൊണ്ട് ക്ലോഡിൻ്റെ കോഡിനെ റിവ്യൂ ചെയ്യിപ്പിക്കുക ആൻഡ് അതിൻ്റെ ഒരു അനാലിസിസ് തരിക. പിന്നെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് മൈ ഗിറ്റബ് വർക്ക് എനിക്കറിയത്തില്ല GHൻ്റെ ആ ഗിറ്റബിൻ്റെ CLI യൂസ് ചെയ്തിട്ട് അത് ഫുൾ ഓട്ടോമേറ്റഡ് അതും ഫുൾ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് തന്നെ അറിയാം PR പോസ്റ്റ് ചെയ്യുക, റിവ്യൂ. എനിക്കൊന്ന് മറ്റേ റിവ്യൂ ബോട്ട് അവരുടെ ക്ലൗഡിൻ്റെ ഉണ്ടായിരുന്നു.
അതിനേക്കാളും ബെറ്റർ ഐ തിങ്ക് ദ വൺസ് വിച്ച് വി ഇംപ്ലിമെന്റ് ഇസ് ബെറ്റർ. കോഡ് റിവ്യൂ ബോട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു വിച്ച് ഇസ് ചാർജ്ഡ്. യു ഹാവ് ടു പേ എക്സ്ട്രാ ഡോളേഴ്സ് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതിന് പകരം നമ്മളൊരു സ്കിൽ എഴുതി കഴിഞ്ഞാൽ ആ സാധനം കഴിയും. സോ ദീസ് സ്മോൾ തിങ്സ് ഇസ് വാട്ട് ഐ തിങ്ക് ഇസ് നീഡഡ് നൗ ഫോർ എവറി ഡെവലപ്പേഴ്സ് അല്ലേ. I think this is our workflow. One is Spec Kit, one is the interview prompt, other is like you can have your own deployment. Interview prompt in ഒരു പുതിയ സ്കിൽ ഈ ഇടയ്ക്ക് വൈറലായ ഒരു പുതിയ പ്രോംപ്റ്റ് ഉണ്ട്, ഗ്രിൽ മീ. Okay, same similar idea തോന്നല്ലേ. Okay അത് തന്നെ. Okay, that actually iterates through the same thing, right? അപ്പം അങ്ങനെ ഈ പ്രോംപ്റ്റ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ കോഡ് ബേസിനെ ബെറ്റർ ആക്കുക. അപ്പോൾ നമുക്ക് ഇച്ചിരൂടെ കൺട്രോൾ വരും, നമുക്കും ഇച്ചിരി കാര്യങ്ങൾ മനസ്സിലാവും. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ ഗോയിങ് ഫോർവേഡ് ഇൻ ദി LLM agents. Development will look like. Yeah, development will look like, and that's what every engineer is supposed to have. Skills ആണെന്ന് തോന്നുന്നു ഇനി പോകുന്നത്, എവിടെ എടുത്താലും സ്കിൽ എന്തെങ്കിലും ഉണ്ട്. അതാണ് ഇറ്റ്സ് ലൈക്ക് എ ടൂൾ ദാറ്റ് വി ഹാവ്. പണ്ട് നമ്മുടെ ഡെവ് ടൂൾസ് പോലെ ഇപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്ത് സ്കിൽസ് എന്ന് പറഞ്ഞൊരു ടൂൾ സെറ്റായി. അപ്പം ഐ തിങ്ക് ദ ബെറ്റർ ദ സ്കിൽസ് ഓർ ബെറ്റർ ടൂൾസ് ദാറ്റ് യു ഹാവ്, ഇറ്റ് ഇസ് way better that you can align your agents alle. So that's it for today. Like, thank you, and ningade endilum doubts comments ondengil like just let us know. Until we meet next time, thank you. Bye bye.